എത്തിയിരിക്കുന്നത്. വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് 1, 2, 3, 4, 5, 6 എപ്പിസോഡുകളായിട്ട് ബിഷപ്പിനെ കുറിച്ച് ഒരു സാങ്കല്പിക കഥ എന്ന രീതിയിൽ പ്രചരിപ്പിച്ച ഒരാളാണ് വേദിയിലെ സന്ദീപ്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാത്രവുമല്ല, രേണുസുധിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന നമ്പർ 944/2026. അതാണ് പുള്ളിക്കാരന്റെ എഫ്ഐആർ നമ്പർ. എന്തായാലും ഇപ്പോൾ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ നാളെ ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മീഡിയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ ഒരു പ്രതിയാണല്ലോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതായത് കുറേ യൂട്യൂബേഴ്സ് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വ്യക്തിജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഔദ്യോഗിക മിഷണറി ജീവിതത്തെയും മോശമാക്കുന്ന പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പോലീസ് സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായിട്ടുള്ളത്. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഇത് സന്ദീപ് ബെടപ്പാളെന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറാണ്. അപ്പോൾ അയാളുടെ ചാനലിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കുറച്ച് പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 വീഡിയോസ് ഫാദറിനെ, അതായത് ബിഷപ്പിനെതിരെ ചെയ്തു എന്ന്, അതായത് സാങ്കല്പിക കഥയായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്ദീപ് ബെടപ്പാൾ എന്ന് പറയുന്ന ഈ യൂട്യൂബർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ കേസ് കൊടുത്തു, അറസ്റ്റ് ചെയ്തു എന്നാണ് ബിഷപ്പ് പറയുന്നത്. അതുമാത്രമല്ല, രേണുസുധിക്ക് ക്യാൻസറുമായിട്ട് സംബന്ധിച്ച് എന്തൊക്കെയോ ഫേക്ക് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നൊക്കെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം എത്രമാത്രം സത്യമാണ് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇനിയും കുറച്ച് യൂട്യൂബേഴ്സ് നിരീക്ഷണത്തിലാണെന്നാണ് ഫാദർ പറയുന്നത്. രേണുസുധിയുടെ അച്ഛനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഇവരെ ഒരുമിച്ചിരുന്ന് ഈ ഒരു കാര്യം ചെയ്തു. ഇത് ഇപ്പോൾ ഏത് രീതിയിൽ പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നാളെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഓക്കെ.